ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ ക്ലാരെ, നൈർമല്യത്തിന്റെ എത്ര പേരുകൾ നിനക്കുണ്ട്. മാനസാന്തരത്തിന് മുൻപ് നിർമ്മല, ജീവിതശൈലിയിൽ കൂടുതൽ നിർമ്മല, സമർപ്പണ ജീവിതത്തിൽ അതീവ നിർമ്മല, മരണാനന്തരം മഹത്വത്താൽ ശോഭയാർന്നവർ. ഏവർക്കും ആഗതമാകുന്ന വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. പുൽക്കൂട് മുതൽ കാൽവരി വരെയുള്ള യാത്രയിൽ യേശുവിന്റെ വിശ്വസ്ത സുഹൃത്ത് ദാരിദ്ര്യമായിരുന്നു. ഈ സത്യം മനസ്സിലാക്കിയ വിശുദ്ധ ക്ലാര സ്വയം പരിത്യജിച്ചുകൊണ്ട് നാഥന്റെ കാലടികളെ പിന്തുടർന്നു. തന്റെ ജീവിതത്തിൽ ലഭിക്കാമായിരുന്ന എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു പ്രഭുകുമാരി. ജീവിതത്തിന്റെ യുവത്വത്തിലേക്ക് കടന്ന അവൾ തിരിച്ചറിയുകയാണ്, ഇന്നുവരെ താൻ അനുഭവിച്ചിരുന്ന എല്ലാം നശ്വരങ്ങളാണെന്നും അതിനപ്പുറം അനശ്വരമായ ഒന്ന് താൻ സ്വന്തമാക്കേണ്ടതുണ്ടെന്നും. ഇത് തിരിച്ചറിഞ്ഞ അവൾ ഹൃദയം കൊണ്ട് പിന്നീട് ജീവിതം കൊണ്ടും ഏറ്റുപറയുകയാണ്, ക്രിസ്തുവാണ് എൻ്റെ ജന്മാവകാശം, എൻ്റെ സർവ്വസമ്പത്തും അവിടുന്ന് തന്നെ, എനിക്ക് മറ്റൊരുവനെ ആവശ്യമില്ല. ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസ്വവുമായി സ്വീകരിച്ച ഒരു യുവകന്യക. ലോകം വച്ചു നീട്ടിയ ആർഭാടങ്ങളെയും സൗഭാഗ്യങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് പുതിയൊരു പുറപ്പാടിന് അവൾ തയ്യാറായി. എല്ലാവരും നടന്നു തെളിഞ്ഞ പാതയിൽ നിന്ന് മാറി പുതിയൊരു വഴിയെ നടക്കാൻ അവൾ തീരുമാനിച്ചു. കൂട്ടിവെക്കുന്നവന് എല്ലാം നഷ്ടപ്പെടുന്നു, ഉപേക്ഷിക്കുന്നവന് എല്ലാം കിട്ടുന്നു എന്ന യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു. വാരിക്കൂട്ടാതെ വാരിക്കൊടുക്കുന്ന സംസ്കാരത്തിലേക്ക് അവൾ തൻ്റെ ചുവടുകൾ മാറ്റി ഉറപ്പിച്ചു. ക്രിസ്തുവിന്റെ സ്വന്തമാവുക എന്നാൽ ഭൗതികമായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ഹൃദയത്തെയും ആത്മാവിനെയും സ്വതന്ത്രമാക്കുകയാണെന്ന് അവൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ അവാച്യമായ ആനന്ദവും നിത്യമായ മഹത്വവും വരദാനങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്ന മഹാനിധിയാണ് ദാരിദ്ര്യമെന്ന് അവൾ കണ്ടെത്തി. ഭാവിയെപ്പറ്റി യാതൊരു ഉത്കണ്ഠയും കൂടാതെ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിക്കുവാൻ ദാരിദ്ര്യമെന്ന നിധി ക്ലാരയെയും സഹോദരിമാരെയും പ്രാപ്തരാക്കി. യഥാർത്ഥമായ ആത്മീയ വളർച്ച ദരിദ്രനാകുക, ശൂന്യവൽക്കരിക്കുക എന്നതിൽ അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ക്ലാരയുടെയും സഹോദരിമാരുടെയും ജീവിതശൈലി. ദരിദ്രനായാലേ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും വളരാൻ കഴിയൂ. മനുഷ്യൻ ഓടി അകലാൻ ആഗ്രഹിക്കുന്ന ദാരിദ്ര്യം എന്ന ശാപത്തെ ശക്തിയാക്കി മാറ്റി സർവസമ്പത്തിന്റെയും ഉടമയായ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ക്ലാരയുടെ ജീവിതം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഭൗതികമായ സുരക്ഷിതത്വത്തിന്റെ പാദരക്ഷകൾ പൂർണ്ണമായും അഴിച്ചു മാറ്റുമ്പോൾ സ്വർഗീയ ആനന്ദം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ കഴിയുമെന്ന് സ്വജീവിതത്തിലൂടെ വിശുദ്ധ ക്ലാര നമ്മെ പഠിപ്പിക്കുന്നു. അനശ്വരമായവയ്ക്കു വേണ്ടി നശ്വരമായതിനെ ഉപേക്ഷിക്കുക, ഭൗമികമായവയ്ക്കു വേണ്ടി പകരം സ്വർഗീയമായവ തിരഞ്ഞെടുക്കുക, ഒന്നിനെ കൈവിട്ട് 100 ഇരട്ടി കരസ്ഥമാക്കുക, അങ്ങനെ ഭാഗ്യപ്പെട്ട നിത്യജീവൻ കരസ്ഥമാക്കുക. എത്രയോ സ്തുത്യർഹമായ വെച്ചുമാറ്റമാണിത്. നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അങ്ങനെ ഭാഗ്യപ്പെട്ട നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ഈ നൊവേന ദിവസങ്ങളിൽ നമുക്ക് പ്രയത്നിക്കാം.